ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല റിലേ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഡിജിറ്റൽ റീസർവേയിൽ കൈവശക്കാരുടെ ഭൂമി ഉൾപ്പെടുത്തേണ്ട എന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സർക്കാർ നിലപാട് അനുകൂലമല്ലെങ്കിൽ സമരം വീണ്ടും പുനരാരംഭിക്കുമെന്ന് ഭൂസംരക്ഷണ സമിതി നേതൃത്വം വ്യക്തമാക്കി. റീസർവേയിലെ അപാധകൾ ഉൾപ്പെടെ വിവിധ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2 മാസക്കാലമായി ചിന്നക്കനാൽ നിവാസികൾ നടത്തിവന്ന തുടർ സമരമാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പട്ടയമില്ലാത്ത കൈവശ ഭൂമി ഡിജിറ്റൽ റീസർവേയിൽ സർക്കാർ വക ഭൂമി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിനെതിരെ കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കൈവശഭൂമി സർക്കാർ വക ഭൂമി എന്ന് രേഖപ്പെടുത്തുന്നത് കോടതി സ്റ്റേ ചെയ്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഈ ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ ആശങ്കാപരമായ ഒരു പരിപാടിയായിരുന്നു. അത് ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ ആളുകളുടെ പേരിൻ്റെ സ്ഥാനത്ത് പട്ടയില്ലാത്ത ഭൂമിയാണെങ്കിൽ സർക്കാർ ഭൂമി എന്നും പറഞ്ഞ് രേഖപ്പെടുത്തിയായിരുന്നു സർക്കാരിൻ്റെ ആ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്. അതിനെതിരായിട്ടാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലും സമരസമിതിയുടെ പേരിൽ ഞങ്ങൾ കേസിന് കക്ഷി ചേർത്ത് പോവുകയും ചെയ്തത്. അതിന് താൽക്കാലികമായിട്ട് 2 മാസത്തിന് സ്റ്റേ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർ നടപടികളായിട്ട് ഇനി ഇതിന് തീരുമാനം 2 മാസത്തിനിടയിൽ തീരുമാനം അനുസരിച്ച് തുടർ സമരങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. 61 ദിവസം നാട്ടുകാർ ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് റിലേ നിരാഹാര സമരം നടത്തി. കോടതി സ്റ്റേ നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ നിലപാട് പ്രതികൂലമായാൽ സമരം പുനരാരംഭിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.